ഗൈസ് അപ്പോൾ നമ്മൾ സ്പോട്ടിലേക്ക് എത്തിയപ്പോൾ നമുക്ക് ഒരു കരിമീൻ അടിച്ചിരിക്കുകയാണുള്ളത്. ഗൈസ് അപ്പോൾ നമ്മൾ ചൂണ്ടക്കിട്ട് അടുത്ത മീനാണിത്. വെള്ളയുടെ അത്ര ഉണ്ട്. ഗൈസ് അപ്പോൾ നമ്മൾ ഇത്രയും മീൻ വേണം കിട്ടിയിരിക്കുന്നത് അല്ലേ, തട്ടി കാണിച്ചാൽ. ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചൂണ്ടാൻ പോവുകയാണ്, നമ്മുടെ കാൽവാരത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചൂണ്ടയൊക്കെ എടുത്തോണ്ട് നമ്മുടെ പിള്ളേരെ അങ്ങ് കൂടെ ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് സ്പോട്ടിൽ തന്നെ കാണാം. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ സ്പോട്ടിലേക്ക് എത്തിയപ്പോൾ നമുക്ക് ഒരു കരിമീൻ അടിച്ചിരിക്കുകയാണുള്ളത്. അങ്ങനെ നമ്മൾ ഇതാണ് നമ്മുടെ സ്പോട്ട്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ അപ്പുവൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അത് ഇതാണ് നമ്മുടെ കരിമീൻ കണ്ടല്ലേ. കരിമീൻ പടച്ചാടി പോകുന്നു കണ്ടല്ലേ. അങ്ങനെ ഫസ്റ്റ് കരിമീൻ കിട്ടിയിരിക്കുകയാണ്. അത്യാവശ്യം ഒരു അടുത്ത സൈസാണ് കണ്ടല്ലേ. ഇതെല്ലാം നമുക്ക് അടുത്തിട്ട് പോകാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ കാൽവാരം. ഇതൊക്കെയാണ് നമ്മുടെ സ്പോട്ടും കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ അമ്മുണ്ട്, അതുപോലെ നമ്മുടെ അപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് സ്പോട്ടൊക്കെ കാണിച്ചിട്ട്. ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. അപ്പോൾ അതുവഴിയാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇവരാണ് ചൂണ്ടിടാൻ വന്നതാണല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഒരു വള്ളമാണ് ഈ കിടക്കുന്നത്, നമ്മുടെ പണ്ടത്തെ ഒരു വള്ളമാണ്. അപ്പോൾ വള്ളം പൊളിഞ്ഞ് കിടക്കാനാണല്ലേ. അതുപോലെ ആ കാണുന്ന ചീനവലൊക്കെ നമ്മുടെയാണ്, അതും പൊളിഞ്ഞ് കിടക്കുകയാണ് കണ്ടല്ലേ. അപ്പോൾ നമുക്ക് അങ്ങോട്ടങ്ങ് ചൂണ്ടിട്ട് നോക്കാം. നല്ല വീഡിയോസൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ കണ്ടല്ലേ. അപ്പോൾ ഇത് നമ്മുടെ പണ്ടത്തെ സ്പോട്ടായിരുന്നു. ഇവിടെ തെങ്ങുണ്ടായിരുന്നു, ആ തെങ്ങ് ഒടിഞ്ഞു വീണ് പോയത്. അങ്ങനെ അതും ഇതായി പോയി കണ്ടല്ലേ. അപ്പോൾ ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളെല്ലാം സ്പോട്ടെല്ലാം പോയി ഇപ്പോൾ കണ്ടല്ലേ. ഗൈസ് അപ്പം കായലിൽ ചൂണ്ട ഇട്ടിരിക്കുകയാണല്ലേ. ഒരു ആരുടെയൊക്കെ ചൂണ്ട കളഞ്ഞാന്ന് തോന്നുന്നു. അങ്ങനെ ചൂണ്ട കൊളുത്തൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പണ്ട് ഇങ്ങനെ ചൂണ്ട കിട്ടിക്കൊണ്ടിരുന്നത്, ആരെങ്കിലും കളഞ്ഞോണ്ടോ ചൂണ്ടൊക്കെ നമ്മളെടുത്തുകൊണ്ട് ചൂണ്ടിടും. അങ്ങനെ അത് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ നമുക്ക് കടകളൊക്കെ അറിയാവുന്നതുകൊണ്ട് കടയിൽ പോയി വാങ്ങാറേ ചെയ്യാറ്. ഓക്കെ അപ്പോൾ അത് അങ്ങോട്ട് പോകുന്ന ബോട്ടാണ് നമ്മുടെ ലൈൻ ബോട്ടാണല്ലേ. നമ്മളെ ഇവിടുന്ന് കൊല്ലത്തേക്കൊക്കെ പോകാൻ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് അത് ബോട്ട് ആണല്ലേ. ഇത് അങ്ങ് ദൂരെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഗവൺമെൻറ് ബോട്ടാണത്. അപ്പോൾ അതിങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ടുണ്ട്. രാവിലെ തൊട്ട് ഉണ്ട്, രാവിലെ 6:30, പിന്നെ 7:00, 8:30 ഇങ്ങനെ ഓരോ സമയത്തും ആ ബോട്ടുണ്ട്. ഓക്കെ കണ്ടില്ലേ. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളിവിടെ കായലിറങ്ങി ചൂണ്ടിടുകയാണല്ലേ. നമ്മളിത് കായലിറങ്ങി ചൂണ്ടിടുകയാണ്. നല്ല വെയിലുണ്ട്. അപ്പോൾ നമുക്ക് വന്നപ്പോൾ ഒരു മീനെ കിട്ടിയതല്ല, ഇതുവരെ വേറെ മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളിത് ഇവിടെ വെയിലും കൊണ്ട് ഇവിടെ കായലിൽ നിൽക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം, വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് ഇവിടുന്ന് അത് കിട്ടി. നമുക്കത് ഈ ഒരു കരിമീനും അതുപോലെ ഒരു 16 നമുക്ക് ഇവിടുന്ന് കിട്ടിയത്, വേറെ ഒന്നും കിട്ടിയില്ല. ഓക്കെ എന്തായാലും നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. ഗൈസ് അപ്പോൾ നമ്മൾ ചൂണ്ടക്കിട്ട് അടുത്ത മീനാണിത് കണ്ടല്ലേ. അതിൻ്റെ ലൈനും കാര്യങ്ങളും കണ്ട, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പിടയ്ക്കുന്ന മീനാണ്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ കൊഞ്ചിലാണ് ഇത് എടുക്കാറ്, പക്ഷേ ഇത് മാവിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് കണ്ടില്ലേ. അവൻ്റെ പിടയ്ക്കൽ കണ്ട അവനെ നമുക്ക് ഒന്നെങ്കിൽ എടുക്കാമെന്നുണ്ടെങ്കിൽ റിലീസ് ചെയ്യാം. ഓക്കെ അപ്പോൾ ഗൈസ് ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയ മീൻ. നമ്മളെ കാര്യം വിട്ടിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ ഇതേ പുതിയ സ്പോട്ടിലൊന്നും ചൂണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ ഇതേ നമ്മുടെ മീൻ കൊത്തുന്നുണ്ട് കേട്ടോ. മീൻ കൊത്തുന്നുണ്ട് അവിടെ. അപ്പോൾ ഗൈസ് നമുക്ക് ഇതേ മീനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ 16 എന്ന് പറയുന്ന മീനാണല്ലേ. ഇത്ര കിടന്ന് പിടയ്ക്കുന്നുണ്ട്. നോക്കാൻ റിലീസ് എടുത്ത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇപ്പോൾ കിട്ടിയൊരു കരിമീനാണിത്. കരിമീൻ്റെ പൊടിയാണല്ലേ, വെറും ചെറുത്. അപ്പോൾ നമ്മൾ അവനതേ കായലിലേക്ക് വിട്ടിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും പൊടി മീനുകൾ നമ്മൾ പിടിക്കാറില്ല, കാരണം ഇത് പൊടി മീനല്ലേ, അത് വളർന്നിട്ട് വരട്ടെ. ഓക്കെ അങ്ങനെ നമ്മൾ അവനെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ചൂണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതേ മീൻ കൊത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം കൊത്തുന്നുണ്ട്, ഇവിടെ അത്യാവശ്യം കരിമീനും കൊത്തുന്നുണ്ട്. അപ്പോൾ അതേ കൊത്തുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത് മീനൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ല, അത്യാവശ്യം നല്ല പടക്കുന്ന കരിമീനാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഗൈസ് ഈ ചെറിയ സൈസാണ് ഗൈസ്. ഇതാണ് ഇവിടെ കൊത്തുന്ന മൊത്തം. ഈ ഒരു പൊടി മീനാണ് ഇവിടെ കിടന്ന് കൊത്തുന്ന മൊത്തം. ഇത്രയുള്ള സൈസാണ് ഇവിടെ കിടന്ന് കൊത്തുന്നുണ്ടല്ലേ. ഇതേ മീനെ കണ്ടതേ വളഞ്ഞേ. ഇത് ഈ ഒരു സൈസാണ് ഇവിടെ കിടന്ന് പടക്കുന്നതല്ല. അപ്പോൾ നമുക്കിത് എടുക്കാൻ പറ്റില്ല, ഇത് പൊടി മീനാണല്ലേ. നമുക്ക് പിന്നെ റിലീസ് ചെയ്തേക്കാം. ഓക്കെ അപ്പോൾ നമുക്കിത് ഇവനങ്ങ് തിരിച്ച് വിട്ടേക്കാം. ഓക്കെ അപ്പോൾ അതിനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത മീനെ പിടിക്കാൻ നോക്കാം. ഓക്കെ ഗൈസ് അപ്പോൾ അവിടുന്ന് അടുത്ത സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അടുത്ത മീനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ 16 കിട്ടിയതല്ലേ. നമ്മുടെ പള്ളത്തി എന്നൊക്കെ പറയും. ഇതൊക്കെ അല്ലേ അല്ല പൊടി മീനാണ് കണ്ടില്ലേ. അപ്പോൾ ഇതിനിങ്ങനെ ഇവിടെ മാർക്കിങ് കാര്യങ്ങളൊക്കെ വേണമല്ലേ. അപ്പോൾ ഇത് ഇത്ര വളരെ തുള്ളി മീൻ. അപ്പോൾ ഇതിൻ്റെ പേര് നമ്മളാണ്ട് 16 എന്നും പറയും. 16 വയസ്സിനെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. പിന്നെ ചിലർ ഇതിനെ പള്ളത്തിൽ നിന്നും പറയാറുണ്ട്. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ കണ്ടില്ലേ. നമുക്ക് പിന്നെ എടുത്താണ്ട് നമ്മുടെ പാത്രത്തിലേക്ക് ഇടാം. ഗൈസ് അപ്പോൾ നമുക്ക് അടുത്തത് കരിമീൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതേക്കല്ലേ. അപ്പോൾ ഇത്ര ഉള്ളൊരു കരിമീനാണ്, അത്യാവശ്യം വലുതാണ്. നമുക്ക് ഇവനെ എടുത്ത് ഇട്ടേക്കാം. നമ്മൾ കുറേ ഇപ്പം കയ്യിൽ കളഞ്ഞ്, എന്നാലും ഇവനെ നമുക്ക് എടുത്തേക്കാം. ഓക്കെ അപ്പോൾ കണ്ടേ ലൈനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗൈസ് അപ്പോൾ നമുക്ക് ഒരു പടയ്ക്കുന്ന കരിമീൻ കിട്ടിയിരിക്കുകയാണ്. അത് നല്ല വലിയ സൈസാണ് ഇട്ടിരിക്കുന്നത്. നല്ലത് കരിമീൻ്റെ സൈസ് കണ്ട ഗൈസ്, നല്ല പടയ്ക്കുന്നത്. നമ്മുടെ കൈയുടെ അത്ര വേണമല്ലേ. നല്ല പടയ്ക്കുന്ന കരിമീനാണ് നമ്മുടെ കൈയുടെ വിലയുടെ അത്ര വേണമല്ലേ. അപ്പോൾ വലിയ കരിമീനാണ് കിട്ടിയിരിക്കുന്നത് കണ്ടല്ലേ. അപ്പോൾ നമുക്കൊരു പൊടി കരിമീനും കിടപ്പുണ്ട്, അവിടെ കിടപ്പുണ്ടല്ലേ. ഇത് ഇപ്പോൾ കിട്ടിയ കരിമീനാണ് കണ്ടല്ലേ. സൈസ് കണ്ട നമ്മുടെ കൈയുടെ അത്രയും ഇത്രയുള്ള കരിമീനാണ്. ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കണ്ടല്ലേ. ഗൈസ് അപ്പോൾ നമുക്കത് അടുത്ത കരിമീൻ കിട്ടിയിരിക്കുകയാണ് കണ്ടല്ലേ.
അപ്പോൾ അത്യാവശ്യം വലിയ കരിമീനാണ്. നമുക്ക് നേരത്തെ കിട്ടിയതിൻ്റെ അത്ര ഇല്ലെന്നേ ഉള്ളൂ. ഓക്കെ, നേരത്തെ കിട്ടിയത് ഞാൻ കാണിച്ചിരുന്നത്. നേരത്തെ കിട്ടിയത് ഇതാണ് നേരത്തെ കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ കിട്ടിയത് ഇതാണല്ലേ. അപ്പോൾ അത്യാവശ്യം വലുതാണ്. ഗൈസ് നമ്മൾ സ്പോട്ടൊന്നും മാറിയായിരുന്നു. നമ്മളിപ്പോൾ കായലിൻ്റെ അറ്റത്ത് നിൽക്കുകയാണ്. നമ്മളിവിടെ പാറ പുറത്താണ് നിൽക്കുന്നതാണല്ലേ. അപ്പോൾ നല്ല അടിപൊളി മഴക്കോളും കാര്യമെല്ലാം വരുന്നുണ്ട്. കണ്ടിപ്പോൾ വൈകുന്നേരമായി. ഇപ്പോൾ സമയം ഒരു 5:45 കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ കായൽ ഫുള്ള് ഇരുണ്ട് വരികയാണ്. വൈകുന്നേരം ആണെങ്കിൽ തന്നെ മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് മഴ പെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ദൂരെയൊക്കെ വലയിടുന്ന ആൾക്കാരാണല്ലേ. അങ്ങനെ ദൂരെയൊക്കെ വള്ളത്തിൽ ആൾക്കാർ വലയിടുന്നു. അതുപോലെ നമ്മുടെ വൈകിട്ട് ജോലി കഴിഞ്ഞ ആൾക്കാർ അങ്ങനെ വള്ളത്തിൽ വരുന്നു. കാരണം അവിടെ നിന്ന് വള്ളത്തിൽ വരുന്നുണ്ട്. അതുപോലെ അടുത്ത വള്ളം ഇവിടുന്ന് പോകുന്നതല്ല, ഇത് അക്കരയൊക്കെ പോകാണ് ഈ വള്ളം. അപ്പോൾ കണ്ടില്ലേ. ഇപ്പോൾ ഇതാണ് നമ്മുടെ വൈകുന്നേരത്തെ ഇവിടുത്തെ കാഴ്ചകൾ. നമ്മളെ കായൽവരത്തുള്ള കാഴ്ചകളാണ് വൈകുന്നേരത്തെ. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ അറ്റത്ത് കണ്ടലിൽ തന്നെ വേറെ ചെടിയാണത്. അത് ഫുള്ള് പൂവായിട്ട് നിൽക്കുകയാണ്. ഇവിടെ എല്ലാം പൂവായിട്ട് നിൽക്കാനുണ്ടെങ്കിൽ. അപ്പോൾ ഗൈസ് അപ്പോൾ നമുക്ക് ഇത്രയും മീനുകളാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, തട്ടിട്ട് കാണിച്ചു തരാം. അപ്പം നമുക്കത് ഇന്ന് കിട്ടിയ കരിമീനൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇത്രയും കരിമീനാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം സൈസുള്ള കരിമീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അതിലെ ഏറ്റവും വലുത്. കണ്ടില്ലേ, ബാക്കിയുള്ളതൊക്കെ ഒരു ഇടത്തരം സൈസൊക്കെയാണല്ലേ. അങ്ങനെ നമുക്ക് ഇത്രയും മീനുകളാണ് ഇന്ന് കിട്ടിയത്. ഇതിലും കൂടുതൽ കിട്ടിയായിരുന്നു ഗൈസ്. അപ്പം നമുക്ക് ഇത്രയുള്ള കരിമീൻ കുറേ കിട്ടിയായിരുന്നു. അതിനെല്ലാം നമ്മൾ കായൽ കളഞ്ഞത്. കാരണം പൊടി മീനുണ്ട്, എല്ലാം കായൽ കളഞ്ഞത്. ഓക്കെ കണ്ടില്ലേ. ഇപ്പോൾ ഇത്രയും മീനുകൾ നമുക്ക് ഇന്ന് കിട്ടിയത്. അപ്പോൾ ഗൈസ് നമ്മളിതേ മീനുകളൊക്കെ പറക്കി പാട്ടക്കത്തൊക്കെ എടുത്തിട്ടുണ്ടാണല്ലേ. ഇനിയിപ്പോൾ നല്ല നമുക്ക് വീട്ടിലേക്ക് പോകാം. അതുപോലെ നമ്മളിത് വല കൊണ്ടുവന്നായിരുന്നു. വല നമുക്ക് ഇടാൻ പറ്റില്ല. വല നമുക്ക് നാളെ ഇടാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വൈകുന്നേരമായി. ഇപ്പോൾ ഒരു 6 മണിയാണല്ലേ. ഇപ്പോൾ രാത്രിയായി വരുന്നു. അപ്പോൾ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി. എന്തായാലും നമുക്ക് ഇനി വീട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലത്തെ ഫിഷിംഗ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ വീട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ. ഗൈസ് അപ്പോൾ 6യുടെ ബോട്ടാണ് പോകുന്നതാണല്ലേ. ബോട്ടിൻ്റെ മുകളിൽ നിറയെ കൊക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നതാണല്ലേ. കണ്ട അതിനകത്തൊരു വെറൈറ്റി കൊക്കിരിപ്പുണ്ട് ഗൈസ്. ഒരു കറുത്ത കൊക്കിയിരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കറുത്ത കൊക്കിനെ കാണുന്നത്. അപ്പോൾ അതിനകത്ത് വെള്ളയുടെ ഇടയ്ക്ക് ഒരു കറുത്ത കൊക്കിയിരിക്കുന്നു. അപ്പോൾ ബൈ.